ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട് കമൻസ് ഇട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇന്നലത്തെയാണോ അതിനകത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നു. ഇവിടെ ഒരു പോലീസിൻ്റെ ഫോൺ വന്നില്ലേ, അതുപോലെ അപ്പം മനസ്സിലായി എൻ്റെ വൈഫിനെന്ന് പറഞ്ഞത് അതൊരു പുള്ളിക്കാരനാണ്. എൻ്റെ വൈഫിനും ഇതുപോലൊരു കോൾ വന്ന് എന്താ അവർ ചെയ്ത് ഇവർക്കൊക്കെ മറ്റുള്ളവരെന്താ ഈ പാവങ്ങളുടെ പൈസ പിടുങ്ങാനിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ആരുകൊണ്ടെങ്കിൽ പോയി കഷ്ടപ്പെട്ട് ജീവിച്ചൂടെ? നമ്മളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം മറ്റുള്ളവന് തട്ടിയെടുക്കണം. അങ്ങനെ കുറേ എണ്ണം ജീവിക്കുന്നു. നിന്നെ അല്ലടാ പറഞ്ഞത്. ഫോള് വരണ്ടു വന്ന് നോക്ക്. എന്താ വേണം? ആ പ്രൈസനെ ഇനി വന്ന് വിളിച്ചേ. ഒരു അങ്കിള് പറഞ്ഞായിരുന്നു ഒരു ഹായ് പറയണേന്ന്. വന്നിട്ട് ഷർട്ട് ഇടാതെ നടക്കുമായിരുന്നു. ഞാനിപ്പോൾ ഷർട്ട് ഇടിപ്പിച്ചിട്ട് പറയാം. അതുപോലെ കഴിഞ്ഞ 2-3 ദിവസം എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇവർക്കൊക്കെ എന്തോ സോക്കേടാന്ന് എനിക്കറിയത്തില്ലെന്നുള്ളയാ. ഞാൻ എൻ്റെ അത് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അച്ചാർ ബിസിനസ്സിന് വേണ്ടി നമ്പർ ഇട്ടു. ഒരു ഉച്ചയ്ക്ക് ഞാനിവിടെ ഇങ്ങനെ കിടന്നുണ്ട്. എൻ്റെ വാട്സപ്പിൽ ആദ്യം ബിജീസ് കിച്ചൺ എന്നും പറഞ്ഞുള്ള ഐഡി ഉണ്ടാക്കിയിട്ട് ഹലോ എന്നൊക്കെ ഒന്ന് ഹലോ എന്ന് പറഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്യുമോ എന്നങ്ങാണ്ട് മലയാളത്തിൽ എഴുതി. എന്നിട്ട് 2 ബെല്ലടിക്കും, അങ്ങ് പെട്ടെന്ന് വെക്കും. 2 ബെല്ലടിക്കും, നിർത്തും. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയെന്നുള്ള. എന്നിട്ട് കുറേ കഴിഞ്ഞ് പ്രൈസം മോൻ്റെ ഈ കർട്ടൻ്റെ അവിടെ അവൻ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് ഫോട്ടോ കൊച്ചിൻ്റെ എടുത്ത് ഇട്ടേക്കുന്നതിൻ്റെ അകത്ത്. എന്നിട്ടൊരു വോയിസ് മെസ്സേജ് എനിക്കത് ഓപ്പൺ ചെയ്ത് കേൾക്കാനും ഒരു ഇതുണ്ടായിരുന്നു. എന്തെങ്കിലും ഇപ്പോഴത്തെ ടെക്നിക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം. അപ്പം നമ്മളില്ലേ ചിലപ്പോൾ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക, ചിലപ്പോൾ കോൾ വരുമ്പോൾ വീഡിയോ കോൾ ആണോ എന്തോ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഒരിക്കലും വീഡിയോ കോൾ എടുക്കുകയും ചെയ്യരുത്. ഇതിപ്പം ചിലപ്പോൾ അവർ വേറെ ഐ ഡി കൂടെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരി തന്നെ, ഏതാണേലും ആരാന്നേലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അതും പൈസ തട്ടിപ്പീരാന്ന് തോന്നുന്നു കേട്ടോ. അടുത്തത് ഇറങ്ങിയേക്കുക. എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പം നാട്ടിൽ ഇറങ്ങി. എന്നിട്ട് ഈ മനുഷ്യർക്കൊന്നും പഠിക്കാറായില്ലെന്നുള്ളയാ. നിങ്ങൾ എന്തൊക്കെയോ ബിജേച്ചി ഇങ്ങനെയൊക്കെ എന്തോ പറയുന്നത്. നമുക്ക് വിഷമമുണ്ട്. എന്നിട്ട് വോയിസ് മെസ്സേജ് എന്തോ ഇട്ടേക്കുന്നതെന്ന് അറിയാമോ? കുട്ടികളുടെ അരിഞ്ഞാണോ ലോക്കറ്റോ എല്ലാം സ്റ്റോക്ക് തീർന്നെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറേ ചെയിൻ പോലുള്ള ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ കുറച്ച്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ അപ്പോഴത്തെ ഞാൻ പോൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു പോളിനെ വിളിച്ചിട്ട് ഈ പോൾ വന്ന് എന്തോ ഇതെന്നോ ഒറ്റ എന്നാൽ റേച്ചാനോട് വിളിച്ച് പറയുന്നതിന് മുമ്പ് ഇവൻ അത് ബ്ലോക്ക് എന്തോ ചെയ്ത് ആ ആദ്യത്തെ കുറച്ച് ഫോട്ടോകൾ അങ്ങ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്യൽ പപ്പയ്ക്ക് നമുക്ക് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കോള് വന്നിട്ട് ഞാനൊന്ന് ഒരെണ്ണത്തിലൊന്ന് എടുത്തണേ ഒരു സംസാരവും ഇല്ല. എൻ്റെ ചിന്ത എന്തോന്നോ ഈ അച്ചാറങ്ങാണം വാങ്ങിക്കാൻ ആരെങ്കിലും വിളിക്കുമായിരിക്കും. അങ്ങനെയുള്ള സുത്തക നമുക്ക് ഒരു അതിൻ്റെ അകത്ത് അതെൻ്റെ ബിസിനസ് നമ്പറിലാണ് വന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാർ പോയാൽ നമുക്ക് അത്രയും ഉപകാരമാണെന്ന് പറഞ്ഞുള്ള ഇതിലാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ എന്തോ കള്ളത്തരം. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് എന്തോ ചെയ്യും, നമ്മൾ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ വരെ എടുത്തിട്ടേക്കും. എൻ്റെ വീഡിയോ കാണുന്ന ഏതോ വ്യക്തികളാണ് തട്ടിപ്പ് കൊണ്ട് വന്നേക്കും ഓരോന്ന്. ഇതിനെയൊക്കെ എന്തോ ചെയ്യണം? ആരോഗ്യമുള്ളവരാണെങ്കിൽ പോയി എൻ്റെ വയ്യാഴിക വെച്ചാട്ടാ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. പാവങ്ങളുടെ പിടുങ്ങാതെ പോയി തന്നെത്താൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിരും. അല്പമെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടാതെയും മറ്റുള്ളവരുടെ തട്ടാനിരിക്കാതെയും ഇത്രയൊക്കെ സംഭവങ്ങൾ ഈ നാട്ടിലൊക്കെ എന്തെല്ലാം നടക്കുന്നത്. ഈ മനുഷ്യർക്ക് ഇതുവരെ നന്നായിട്ട് ജീവിക്കണം, ആരെയും പാര വെക്കാതെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയേ ഇല്ലെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പം അതിൻ്റെ അകത്ത് കമൻറ്റ് റിപ്ലൈ ഇട്ട് ബാമനെ അത് പണത്തിന് വേണ്ടിയാ. ഇപ്പം എല്ലാവർക്കും അത് മനസ്സിലായതുകൊണ്ട് ആരും അധികം ഈ ഉടുപ്പ് എടുത്തിട്ടുള്ളൂ കൈ കിട്ട്. ഇന്നാളും ഇതല്ലായിരുന്നു ഇട്ടുകൊണ്ട് വന്നേ. അത് മേളി ഈ കഴുകി അമ്മ വെച്ചേക്കുന്നത് അടിയിലോട്ടുള്ളത് എടുക്കടാ ഇറക്കാം. ആൾക്കാരെന്തൊക്കെയാ നീ കുളിക്കത്തുമില്ല ഒന്നുമില്ല. ഈ ചെറുക്ക ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. മോനെ ജോഷി അങ്കിൾ എന്ന് പറയുന്ന ഒരു അങ്കിള് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. പ്രൈസമ്മോനോട് പറയണേ എനിക്കൊരു ഹായ് തരാമെന്ന്. അങ്കിൾക്കൊരു ഹായ് പറഞ്ഞു ജോഷി അങ്കിൾക്ക്. സുഖമാണോ അമ്മച്ചി? അപ്പച്ചനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു.
ആ ആ അങ്കിൾ മനസ്സിലായി കേട്ടോ. ഓക്കെ. ആ ആ അതൊക്കെയാ സംഭവങ്ങൾ. എന്നിട്ട് ഈ ദിവസങ്ങളിൽ പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ നിങ്ങളുടെയൊക്കെ കമൻസ് ഇത്തിരി ലേറ്റായിട്ട് തരും. ഞാൻ രാത്രി 12 മണിക്കൊക്കെ ഇരുന്ന കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങളും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് കമൻസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ നല്ല തിരക്കെന്ന് വെച്ചാൽ ഈ അച്ചാറിടക്കോ ഒന്നട വിട്ടുള്ള അച്ചാറിടക്കവും നാരങ്ങ അരിയക്കവും മാങ്ങ അരിയക്കവും അതൊക്കെയാണ് നല്ലൊരു തിരക്കായിപ്പോയി. അതുപോലെ എനിക്ക് ശാരീരികമായിട്ടും അത്രയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റേതായ പ്രോബ്ലം നടുവിനായിട്ടുണ്ട്. അതൊന്നും വകവയ്ക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഏത് മനുഷ്യരും ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുമല്ലേ. അങ്ങനെ കിടന്ന് ദൈവം ആരോഗ്യം തരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഷ്ടപ്പെടാൻ എനിക്കൊരു മടിയില്ല. പിന്നെ ഏത് തരത്തിൽ കൂടാന്നേലും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. അതിൽ നിന്നൊരു 5 പൈസ കിട്ടിയാൽ നമുക്കതിന് ആ കഷ്ടപ്പാട് നേരം മറക്കും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വിടുപടി ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ചുമ്മാ എൻ്റെ ഇതിൽ വന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് വെറുതെ ഫോൺ ചെയ്യാനോ കൊച്ചിൻ്റെ ഫോട്ടോ എടുത്തിടാനോ അല്ലാതെ ഇടാനോ ഒന്നും നോക്കൽ. ഞാൻ എൻ്റെ വരുമാന മാർഗത്തിന് വേണ്ടി അതാ ആരും നമ്പർ കൊടുക്കാത്തത്. ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ആരാന്നേലും നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരിക്കുന്നു. മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ. ഇപ്പം നിങ്ങൾ പറയും ചേച്ചി വിഷമിക്കട്ടെ, അതൊക്കെ അങ്ങ് പോട്ടേന്ന്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അതിങ്ങനെ വരുമ്പോഴേ നമുക്കതിൻ്റെ ഒരു പേടിയാണെങ്കിലും ഇപ്പം അത് കാരണം ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ എന്താണ്ട് കഴിഞ്ഞ ദിവസം ഒരു ലേഡി കാനഡയിൽ നിന്ന് പറയുന്നുണ്ട്, ഈ ചിപ്പ് വെച്ച് അവരുടെ ബ്രെയിനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഓരോ ടെക്നിക്കിലും ഓരോരുത്തർ പഠനത്തിന് വേണ്ടിയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കൊക്കെ അറിയാം. ചില നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് പോലും അവർക്ക് അവരുടേതായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുക, അത് ചെയ്യുക, എല്ലാം ശരിക്കും പേടിച്ചാണ് ഓരോരുത്തർ നടക്കുന്നത്. എല്ലാവരും കണ്ടായിരിക്കും ആ ഒരു വീഡിയോ ഒരു ലേഡി പറയുന്നത്, മറുനാടൻ ചാനലിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വയനാട്ടിൽ ഇതിൻ്റെ അകത്തൊരു ന്യൂസ്, ഒരു അമ്മയും കൊച്ചുമോളൂടെ പറയുന്നത്, അവർ ഒരു വിധത്തിൽ വീടെല്ലാം അവരുടെ ഇടിഞ്ഞു പോയി വെളിയിൽ രക്ഷപ്പെട്ടു വന്നുണ്ടേ. ഈ എസ്റ്റേറ്റ് ആകുമ്പോൾ ഈ ആനകളുണ്ടല്ലോ, ആനക്കൊമ്പ്, ഇതൊക്കെ നിങ്ങൾ കണ്ടവരായിരിക്കും. എന്നാലും ഞാനങ്ങ് പറയാം, 3 ആനകളുടെ ഇടയിലാണ് ഇവർ വന്നത്. അപ്പം ഈ അമ്മ ജോലിക്കൊക്കെ പോകുന്നത് ഈ ആനകളൊക്കെ കണ്ടിട്ടുള്ളതെന്ന അമ്മ പറയുന്നതാണ്, വീടിൽ കൂടെ പറയുക. അപ്പോൾ അതിലെ 2 ആനകൾ അങ്ങ് മാറി നിന്നു. ഒരെണ്ണത്തിനോട് ഇവർ പറഞ്ഞെന്ന്, ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോടെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അങ്ങനെ ഒരു മരത്തിൻ്റെ കൂട്ടിലോ എങ്ങാണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ആനയുടെ കണ്ണീന്ന് ഇവരെ കണ്ണുനീര് വന്ന്, മഴയുണ്ട്. എന്നിട്ട് മറ്റാനകൾ അങ്ങോട്ടെങ്ങാണ്ട് പോയി എന്തോ തെങ്ങ് ഇലയോ അങ്ങാണ്ട് തിന്നു. ആൾക്കാർ വന്ന് രക്ഷപ്പെടുന്നിടം വരെ ഈ ആന ഇവരുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നെന്ന്. മനുഷ്യർക്ക് ഇങ്ങനെയുള്ളൊരു ഇത് കാണത്തില്ല അല്ലേ. ആനയായിട്ട് വരെ അവരെ ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നെന്ന്. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരാണെങ്കിൽ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാൻ നടക്കുന്നവരാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലരൊക്കെ നല്ലവരും ഉണ്ട്, ചിലരൊക്കെ അങ്ങനെയുള്ളവർ. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആരും വന്ന് പറയല, അയ്യോ പെണ്ണുമ്പിള്ള വന്ന് തള്ളാൻ വന്നിരിപ്പുണ്ട്, തള്ളല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. എനിക്ക് അനുഭവപ്പെട്ട കാര്യം കൊണ്ടാണ് ഞാൻ ആ മൊബൈലിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞത്. എൻ്റെ വീഡിയോ കാണുന്ന ആരോ വ്യക്തികളെ ഇങ്ങനെ എത്ര കണ്ടിന്യൂസ് അങ്ങോട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് അച്ചാറിൻ്റെ ബിസിനസ് എനിക്കില്ലെങ്കിൽ ഞാൻ ഒട്ടനെ അത് ഒന്നീ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചതിനായിരുന്നു. എന്തോ ഇതിപ്പോൾ ആരേലും ആണെന്നുള്ളൊരു ചിന്തയല്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. 2 ബെല്ലടിക്കും നിർത്തും, എന്നിട്ട് ടൈപ്പ് ചെയ്യുക, എന്തെങ്കിലും ടൈപ്പ് ചെയ്യൂട്ടോ, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമെന്നും പറഞ്ഞ്. അതോ ബിജീസ് കിച്ചൺ എന്നുള്ള ഐഡിയയിൽ അങ്ങനെ ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്തേലും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും ആവശ്യത്തിനുള്ളവരാണെങ്കിൽ ഇത് കള്ളത്തരമായിട്ടല്ലേ നമ്മളോട് ഒന്നി സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടാം. ഇത് മെസ്സേജ് ഇട്ട് വയ്ക്കും, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന അങ്ങനെ മാത്രം മലയാളത്തിലും എഴുതിയേക്കുന്നത്. ഫോൺ 2 റിങ് അടിക്കും, നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതങ്ങ് കട്ടാവും. ഞാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ട് അപ്പുറത്ത്
2 പ്രാവശ്യം എടുത്തു. ഒരു പ്രാവശ്യം എടുത്തിട്ട് ഉടനെ ഞാൻ കട്ടാക്കി. ഞാൻ എടുത്തോടെ എൻ്റെ ഹലോ കേട്ടപ്പോഴേ കട്ട് ചെയ്ത്. രണ്ടാമത്തെ ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കട്ടാക്കിയത്. എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അവർക്ക് സംസാരിച്ചുകൂടായിരുന്നു. ഇതെന്തോ കള്ളത്തരമായിട്ടല്ലേ അങ്ങനെ കാണിച്ചത്. ആർക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച് അതിനായിട്ട് മാവൊന്ന് കുഴച്ച് വെക്കട്ടെ, എന്നിട്ട് ചായയൊക്കെ അടപ്പത്ത് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി എന്തോ ചേച്ചി ലഗേജ് എന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഇല്ല പൊഹ ഉണ്ടാക്കിയുണ്ടേ പിള്ളേർക്ക് ഈ കപ്പലണ്ടി ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന്മാർക്ക് അധികം ലഗേജ് കൊടുത്തില്ലെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്തോന്നോ, ഞാൻ അധികം കപ്പലണ്ടി കൊടുത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. കൊച്ചു ചോദിക്കുക ചേച്ചി എന്തോ ചേച്ചി ലഗേജ് എന്ന് ചേച്ചി പറഞ്ഞത്. ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ചില ഭാഷകളൊക്കെ വായിൽ വരും. അപ്പം ഞാനിങ്ങനെ ഇത് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പാത്രത്തിൻ്റെ എൻ്റെ ഈ അച്ചാർ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നോ, വലിയ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ അകത്ത് വെച്ച് വലിയ ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമക്കി പ്രസ് ചെയ്തെടുത്തു. പിന്നെ ഉരുളകളുണ്ടാക്കി, അല്ലാതെ ഉണ്ടാക്കി, അങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കി ഇങ്ങെടുത്തു. ചിലത് നന്നായിട്ട് ചുരുക്കം ചിലതേ ഉള്ളൂ പൊള്ളാതെ വന്നത്, ബാക്കിയെല്ലാം നല്ലതായിട്ട് പൊള്ളി വന്നു. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയത്തില്ല, പൂരി ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ അമ്മയെ ഓർക്കും. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര, കാരണം അമ്മ ഇവിടെ എൻ്റെ ഈ പ്രൈസമ്മോൻ്റെ സമയത്തും അല്ലാതെ എനിക്ക് എൻ്റെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ ഇവിടെ വന്ന് നിന്നായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ അമ്മയ്ക്ക് പൂരി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയത്, ഞാൻ നാട്ടിൽ പോകുമ്പോഴും അമ്മ പറയും മക്കളെ പൂരി ഉണ്ടാക്കാമെന്ന് പറയും. എനിക്കും പൂരി കറി കൂട്ടി കഴിക്കുന്നതിനേക്കായി നല്ലത്. ഇന്നാളിൽ ഞാൻ ഇങ്ങനെ പറയണേ, എന്നോട് ഹോമനാനി പറഞ്ഞ് മാങ്ങ കൂട്ടി തിന്നാൻ നല്ലതാണ്. പക്ഷേ എനിക്ക് പൂരി ഞാൻ മാങ്ങ കൂട്ടി കഴിച്ചിട്ടില്ല. അപ്പം വേറെ ആരാണ്ടും പറഞ്ഞ് ഇങ്ങനെ മാങ്ങ കൂട്ടി കഴിക്കുമെന്ന്. അപ്പം ഞാൻ പിന്നെ പൂരിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, അതായിരുന്നു ഇതിൻ്റെ കൂടെ എടുക്കാനെടുത്തത്. ഞാനിപ്പോൾ റേച്ചാനത്ത് പറഞ്ഞു, റേച്ചാ ഇങ്ങനെ ഓമനാൻ്റെ ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ പോൾ അവിടെ നിന്നുണ്ടെ പോൾ പറഞ്ഞു അയ്യേ പൂരിയും മാങ്ങായോ. എന്നാൽ റേച്ചാൻ പറഞ്ഞു എടാ നല്ല കോമ്പിനേഷനാടാ, ഞങ്ങൾ പൂരിയും ചപ്പാത്തിക്ക് ഇങ്ങനെ പൾപ്പ് ഇവിടെയൊക്കെ ഇങ്ങനെ പൾപ്പ് കിട്ടുമല്ലോ, പൾപ്പ് ഇങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ എടുത്ത് ജാം പോലെ ഇങ്ങനെ കൂട്ടി ചപ്പാത്തി കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഒരു ദിവസം പൂരിയും മാങ്ങ, ഇപ്പം മാങ്ങ അങ്ങനെ കിട്ടാറില്ല അല്ലേ, മാങ്ങയും കൂടെ തിന്ന് നോക്കണം, തിന്നുന്നതിന് മുമ്പിട്ട് എന്തിനാ ഈ അയ്യേന്ന് പറയുന്നതെന്ന് ചോദിച്ചു. ഇവരൊക്കെ മിക്ക കാര്യങ്ങളും കണ്ടിട്ടും മണപ്പിച്ചു അവർ കഴിക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ ചേനത്തോരൻ അതൊന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു, കാത്തോരൻ. പക്ഷേ ഇപ്പം ചേനത്തോരനും കാത്തോരനൊക്കെ കഴിക്കും. ഞാൻ പറയില്ല ഉരുളൻകിഴങ്ങ് തോരനും അങ്ങനെ കഴിക്കാറില്ലായിരുന്നെന്ന് എന്നാളി ഉണ്ടാക്കിയുണ്ടെ ഇഷ്ടപ്പെട്ട്. അതാ ഇവർ കഴിച്ച് നോക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്ന കാര്യം. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്ന്, പുള്ളിക്കാരുടെ മോൻ കോളേജിലാണ്, ഇളയ കൊച്ച് 8th, അവർക്ക് വാരി കൊടുക്കുമ്പോൾ മക്കൾക്കും സന്തോഷം, അമ്മമാർക്ക് സന്തോഷം. അത് ശരിയാണ്. നമ്മുടെ മക്കൾ ഈ പ്രൈസമോന് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കുഞ്ഞെന്ന് പറഞ്ഞാൽ വാരി കഴിക്കാൻ പറ്റുന്ന സമയമാകുമ്പോഴും നമ്മൾ വാരി കൊടുക്കുമ്പോൾ നമുക്കെന്തോന്നോ അവരൊന്ന് കഴിച്ചെന്നുള്ളത്, അവർ തന്നെ വാരി കഴിക്കുമ്പോൾ അവർക്ക് അവരവിടെ എവിടെയും കളയും, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊന്ന് വാരി കൊടുക്കുമ്പോൾ അവരുടെ വയറ് ഫുള്ളായി, അവർ വയറ് നിറഞ്ഞെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നും. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് മാങ്ങ അച്ചാർ ഇടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ പൂരി ഇതിലൊക്കെ അങ്ങ് ഒതുക്കിയിട്ട് പിന്നെ മുട്ട എടുത്ത് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാനങ്ങ് ഒരു കണക്കിനങ്ങ് കുറച്ച് മുട്ട ഇട്ട്, ചിലത് പൊട്ടുവോ ഇങ്ങനെ എന്തെങ്കിലും, ചിലത് ഇത്തിരി പൊട്ടി വെളിയിൽ വന്നാൽ സ്റ്റൈലില്ലെന്നും പറഞ്ഞ് കാണാൻ ഭംഗിയില്ലെന്നും പറഞ്ഞ് ഇവിടെ കഴിക്കാത്തവരൊക്കെ ഉണ്ട്. ഒരെണ്ണം കാണുമെങ്കിൽ നമ്മൾ കഴിക്കും, ബാക്കി എല്ലാം കൂടെ പൊട്ടിയാൽ ഞാനെന്ത് ചെയ്യും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇട്ട്, അല്ലെങ്കിൽ രാത്രിയിൽ വേണ്ടിയവർക്ക് രാത്രിയിലും കൊടുക്കാമെന്നുള്ള ഇത്. മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ പ്രൈസമോൻ 2 നേരവും ചപ്പാത്തിയേ കഴിക്കത്തുള്ളൂ, ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സവാളയും ഒരു ഉരുളൻകിഴങ്ങും കൂടി ഇട്ട്, ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ, എന്നിട്ട് അതൊന്ന് വഴട്ടാനിട്ട്, എന്നിട്ട് എല്ലാം മൂത്ത് വന്നിട്ട് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോളിട്ടാണ് ചേച്ചി ആൻറ്റി എനിക്ക് ആ ബുർജിയുടെ റെസിപ്പി ഒന്ന് ഇടണേന്ന്. അപ്പം ഞാൻ നമ്മൾ ചിലത് എന്നും ഞാൻ കാണിക്കുന്നതല്ലേ എന്നും പറഞ്ഞങ്ങ് വിട്ടുപോകും. ചിലർ പക്ഷേ അത് ആദ്യമായിട്ട് അതിപ്പോൾ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തായിരിക്കുക, അതുകൊണ്ടായിരിക്കുക അങ്ങനെ ചോദിച്ചത്. കാരണം സ്ഥിരം ഞാൻ ബുർജിയൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മീൻകറിയുടെ ഒന്നും ഇട്ടില്ല, ഇപ്പം മീനൊന്നും കിട്ടുന്നില്ല. ഇന്നലെയും ചെന്നുകൊണ്ടേ പ്രോൺസേ ഉള്ളായിരുന്നു. പ്രോൺസ് അത്ര ഇവിടെ ഈ പിള്ളേർക്ക് അത്ര താല്പര്യമില്ല. വറുത്ത് ഇങ്ങനെ പ്രോൺസ് എത്രമാത്രം ഞാൻ പ്രോൺസ് അച്ചാർ ഒരാൾക്ക് വേണമായിരുന്നു. കഴിഞ്ഞ ദിവസം 1/2 കിലോ വേണമെങ്കിൽ നമ്മളൊരു 1.5 കിലോ പ്രോൺസ് എടുക്കണം. അത്
വറക്കുമ്പം അതങ്ങ് ചുരുങ്ങി അങ്ങ് വരും. ഇല്ല അട്ട തൊടുന്ന ഉടനെ ചുരുളുന്നത് പോലെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അരപ്പൊക്കെ ഒന്ന് ഒത്തിരി ഞാൻ ചാറാക്കിയില്ല, ഇച്ചിരി ഒന്ന് ഇതായിട്ട് ഞാൻ ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയും നെല്ലിക്കയും കൂടെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. മാങ്ങ ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുക. പിന്നെ മാങ്ങയൊക്കെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഇഞ്ചി അങ്ങനെ അങ്ങോട്ട് നല്ല ഇഞ്ചി കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ഇത്തിരി നമ്മുടെ നാടൻ ഇഞ്ചി അങ്ങനെ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം മഴയായതുകൊണ്ടൊന്നും. അപ്പോൾ ഞാനിതിലേക്ക് ഇത്തിരി സ്വല്പം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ട് കാണും, അത്ര ഇട്ടിട്ടുണ്ട്. ഇപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സാമ്പാറിന് വെച്ചായിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കും, അയ്യോ അതെന്തോ സാമ്പാറും മുട്ടക്കറിയും കൂടെ ഒന്ന്. മുട്ടക്കറി ചപ്പാത്തി കഴിഞ്ഞ് സാമ്പാറാകുമ്പോൾ എനിക്ക് പിന്നെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് എടുക്കാമല്ലേ. അതുകൊണ്ട് സാമ്പാർ അങ്ങ് ഉണ്ടാക്കി. വൈകുന്നേരം ചോറിന് സാമ്പാർ എടുക്കാമല്ലേ. ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി അത് ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ അത് ഞാനൊന്നും വിസിലടിച്ചെടുത്തായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കടുക് കൂടെ വറുത്തെടുത്താൽ മതി. അപ്പോൾ സാമ്പാറിന് റെഡിയായി. പിന്നെ ഞാൻ ഉരുളിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഉച്ചയ്ക്ക് പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാമ്പാറൂടെ കടുക് വറുത്ത് കഴിഞ്ഞ് അനുവും വന്നതിന് ശേഷം പിന്നെ എനിക്ക് അച്ചാറിടണം. അപ്പോൾ എല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെടി എളുപ്പം വാ, എനിക്ക് അച്ചാറിടാനുണ്ടെന്ന്. അപ്പോൾ അവൾ വന്ന് പോകാൻ നമുക്ക് പറ്റത്തില്ലല്ലേ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലും എല്ലാം ഇട്ട് പൊട്ടിച്ചു. അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ കൊടുക്കുന്ന അച്ചാർ കുറച്ചുകൂടെ എനിക്ക് ഇരിപ്പുണ്ട്. ഞാൻ ഓർഡർ വേണ്ടിയിട്ട് അർജൻറ്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. കാരണം ഇപ്പം മാങ്ങയുടെ ഒന്നും സീസണല്ല, മാങ്ങ നെല്ലിക്ക ഇതിൻ്റെ ഒന്നും സീസണല്ല, അതിന് വിലയുണ്ട്. അപ്പം ഞാൻ പഴയ വിലയ്ക്കായിരുന്നല്ലോ ഞാൻ ചിലപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് അപ്പോൾ ഇവർ നമ്മളോട് ഇങ്ങനെ ലിസ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ അങ്ങ് പഴയ നോർമൽ ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നീട് ചിന്തിക്കുന്നത് അയ്യോ പഴയ ലിസ്റ്റാണല്ലോ ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ അവരോട് പറയും. ചിലപ്പം നമ്മളെ മനസ്സിലാക്കുന്നവർക്കൊന്നും മനസ്സിൽ തോന്നത്തില്ലായിരിക്കും. ചിലർ ചിന്തിക്കും ആഹാ അവർ എനിക്ക് ആദ്യം തന്ന ലിസ്റ്റ് വേറെ, ഇപ്പം തന്ന ലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെയൊക്കെ ഞാൻ വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്തായിരുന്നു ഇടുന്നത്. അപ്പം എൻ്റെ വേറെ റേറ്റ് ആയിരുന്നു. ചിലർ പറയും നല്ലെണ്ണയിൽ വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ നല്ലെണ്ണയിൽ ഇട്ട് കൊടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് എക്സ്ട്രാ എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഫുള്ള് നല്ലെണ്ണയിലായതുകൊണ്ട് എൻ്റെ റേറ്റിലെല്ലാം വ്യത്യാസം വരുത്തി. ഇപ്പോൾ ചിക്കന് വില, ബീഫിന് വില എല്ലാം അവർ കൂട്ടി. ഇതൊന്നും അവർ പിന്നെ കുറയ്ക്കുന്നതല്ല. ഈ മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് സീസൺ അനുസരിച്ചേലും കിട്ടുമെന്ന് പറയും. ഇനിയിപ്പം അന്നൊക്കെ നമ്മൾ 50 രൂപ കിലോയ്ക്ക് എന്ന രീതിയിലാണ് നമ്മൾ ബില്ലിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ ഒരു കാലം വരുമെന്ന്. കാരണം അതുപോലെ റേറ്റ് ദിവസേന കൂടി പോവുക. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മാങ്ങയുടെ കാര്യം പറയണേ, എൻ്റെ വീഡിയോ കാണുന്ന ആൻറ്റി എനിക്ക് ഓർഡർ തന്നത്. ആൻറ്റി എനിക്ക് എന്നിട്ട് വീണ്ടും മെസ്സേജ് ഇട്ട്, ബിജി നഷ്ടമായിട്ടൊന്നും എനിക്ക് തരണ്ട, ബിജി പറയണം എത്ര രൂപയാണെന്നുള്ളത്, ബിജി മാവേന്നൊന്നും പറിച്ചുകൊണ്ട് വരുന്നതല്ല, അല്ലെങ്കിൽ ഹോൾസെയിൽ മാർക്കറ്റിലെങ്ങാനും പോകണം, എനിക്കറിയാം എന്നും പറഞ്ഞ്. ഞാൻ ഓൾറെഡി ആൻറ്റി ബില്ല് പേ ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല ആൻറ്റി, ഞാൻ കറക്റ്റ് ബില്ല് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അതേസമയം നമ്മൾ ചിലപ്പം ആദ്യത്തെ അങ്ങനെ ഞാൻ പറയാൻ വന്നത്, അന്നേരം ഈ പുതിയ ലിസ്റ്റ് ഇട്ടുണ്ടേ ചിക്കൻ്റേത് ഞാൻ 1/2 kg ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാനിങ്ങനെ ലിസ്റ്റ് ആദ്യം നോക്കുമ്പോൾ നമ്മൾ ആ പുതിയ ലിസ്റ്റാണെന്ന് പറഞ്ഞ് നോക്കി, ഇടയ്ക്ക് ഞാൻ ചിക്കൻ്റെ വായിക്കാൻ വിട്ടുപോയി. 2 പേർക്ക് അങ്ങനെ പറ്റി. അയ്യോ ലിസ്റ്റിലുള്ള എല്ലാ ചിക്കൻ ഇച്ചിരി കൂടെ. പക്ഷേ ചിലർക്കത് മനസ്സിൽ തോന്നും ചുമ്മാതായിരിക്കും അവർ നമ്മൾ ഓർഡർ പറഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്തായിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ. സാധനങ്ങളുടെ വില അനുസരിച്ച് ഞാൻ റേറ്റ് എടുക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ അച്ചാറൊക്കെ റെഡിയായി. പിന്നെ രാത്രിയിലാണെങ്കിൽ എനിക്ക് അർജൻറ്റാണ്. ഞാൻ 2-3 ബോട്ടിലാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഓർത്തത്. അതാ ഇപ്പോൾ ഇത്രയും കാലിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.